എന്നിട്ട് എന്നായിരുന്നു ഡിവൈസ് എടുത്തിട്ട് എന്നായിരുന്നു കോമ്പറ്റീറ്റീവ് നിർത്തി. അങ്ങനായി. മൊബൈൽ എടുത്തു കഴിഞ്ഞപ്പോ കോമ്പറ്റീറ്റീവ് നിർത്തി. അപ്പം കാസ്ട്രോ ഒക്കെ ക്ലാസിക് അല്ലടാ കളിക്കുന്നത്. കാസ്ട്രോ നിങ്ങളൊക്കെ ആണല്ലോ സ്ട്രീം ഒക്കെ ചെയ്യുന്ന ക്ലാസിക് അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവര് കളിക്കുന്നുണ്ട്, അപ്പം ഇവരൊക്കെ ഇത്രയും കളിയൊക്കെ ഇല്ല ഇവരെക്കാളും കൂടുതൽ മനസ്സിലായോ അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെക്കാളും കൂടുതൽ കളിക്കും. അപ്പൊ നമ്മൾ ഇന്നോടൊക്കെ ക്ലാസിക്കലൊക്കെ 1v4 ചുമ്മാ സിമ്പിൾ ആയിട്ട് അന്ന് അടിക്കാറുള്ള. അപ്പൊ ഞാൻ ഇന്നോടൊക്കെ ക്ലാസിക്കല് ചുമ്മാ സോളോ സ്കോഡൊക്കെ പോയിട്ട് 1v4 ഒക്കെ അടിച്ചിട്ട് വീഡിയോ ഇട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ അല്ലാന്ന് മനസ്സിലായി. സംഭവം ഇങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമല്ല. നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ മനസ്സിലായി. ഇപ്പം വേറൊരു യൂട്യൂബർ, ഞാൻ പേര് പറഞ്ഞില്ല, വേറൊരു യൂട്യൂബർ വീഡിയോ ഇടുന്നു, പക്ഷെ അവരെക്കാൾ നന്നായിട്ട് ഞാൻ കളിക്കുന്നുണ്ട്, വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ എനിക്ക് റീച്ച് കിട്ടുന്നില്ല. അപ്പൊ മനസ്സിലായി കളി കൊണ്ട് മാത്രം റീച്ച് കിട്ടത്തില്ല എന്നുള്ള മനസ്സിലായി. ഈ സാധനമാണ് നമ്മൾ എല്ലാരടുത്തും പറയാൻ നിൽക്കുന്ന ഒരു മെയിൻ കാര്യം. എത്ര ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ ഗെയിം പ്ലേ സെറ്റ് ആക്കി വെച്ചാലും ദൈവമായിട്ടും കാര്യമില്ല. അല്ലടാ, അങ്ങനല്ല ഞാൻ പറയണം. മെയിൻ ആയിട്ട് പറഞ്ഞാൽ വെറും ഒരു ഗെയിം മാത്രം കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മറ്റേ കൊറോണ ടൈം ആയിരുന്നു, ഗെയിം പഠിക്കാൻ വേണ്ടി ഇവൻ എങ്ങനെ ഇങ്ങനെ അടിക്കുന്നത്, അല്ലെ ഇവൻ എങ്ങനെ ഇതെന്ത് ചെയ്തിട്ട് ഇവൻ ചെയ്യുന്നത്, അതറിയാൻ വേണ്ടി ആൾക്കാർ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ലൈവ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് മാത്രം മതി എന്നുള്ളൊരു, അവർക്ക് സമയം പോകണം. ആ ഒരു അൽഗോരിതം എന്ന് മനസ്സിലാക്കുന്നോ അന്നേ പുതിയ പുതിയ യൂട്യൂബേഴ്സ് വരത്തുള്ളൂ. അത് മനസ്സിലാക്കിയതിന്റെ അന്നാണ് ഇവൻ റൈസായി പൊങ്ങി വന്നത്.